ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയത്തെ ഇത്തിരി കുട്ടി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതി. അപ്പോൾ ഉമ്മച്ചിയും താത്തയൊക്കെ അടുക്കളയിലാണ്. അപ്പോൾ അവരൊക്കെ എന്താ ഉണ്ടാക്കണേന്നൊക്കെ നമുക്ക് പോയി നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാമല്ലോ. ബാബാ, നമുക്ക് പോയി നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖമാണോ? എനിക്ക് സുഖമാണേ. നിങ്ങൾക്ക് സുഖമാണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. ബാ. ഇന്ന് ഗൈസ് നല്ല അടിപൊളിയായിട്ട് ഇൻട്രോ തരാനുള്ള സമയമല്ല, നമുക്ക് പണി കുറച്ചുകൂടി നേരത്തെ തുടങ്ങണം. ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതിനുള്ള ചിക്കൻ ഇവിടെ നേരാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചിക്കൻ ഞാൻ മെച്ചി കറി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മളെ ഷവർമ്മയൊക്കെ ഉണ്ടാക്കണൊക്കെ മാതിരി. ചിക്കൻ ഇങ്ങനെ 100 വട്ടം ഇങ്ങനെ കേൾക്കണം. കേക്ക് അതിൻ്റെ എല്ലാ കോണവും മണവും കളഞ്ഞിട്ട് എടുക്കുള്ളൂ. ഉമ്മച്ചിൻ്റെ നിന്ന് പഠിച്ചതാണ്. ഞാൻ ആദ്യം വിചാരിച്ച് ഇന്നലെ ഹനാൻഷാന്റെ വ്ളോഗ് കണ്ടപ്പം അതിൽ ആഫ്രിക്കൻ ഫൂഫു ഉണ്ടാക്കണത് കണ്ടിരുന്നു. അപ്പം അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് പിടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ ആഫ്രിക്കൻ ഫൂഫു ഒക്കെ ഉണ്ടായിരുന്നില്ലല്ലോ. ഉമ്മ ഇവിടെ നിർത്തലുണ്ടാവില്ല. ഉമ്മക്ക് ഫൂഫും ഗീഫും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ അയച്ചു വേണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മളിന്ന് കട്ട്ലേറ്റ് ആക്കി. അത് ഏതായാലും ചിക്കൻ കേക്ക് 1 കിലോ ഉള്ള ചിക്കൻ ഞാൻ 1/2 കിലോനൊക്കെ ആക്കിയ മാതിരി അങ്ങനെ പകുതി ആക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ബാക്കി ഇനി പോയിട്ട് പരിപാടികൾ തുടങ്ങാം ഗൈസ്, എൻ്റെ താത്ത അവിടെ എന്താ തകൃതിയായ പണിയിലാണ്. നമുക്ക് എന്താ കാട്ടിനെ പോയി ചോദിക്കാം. ഹലോ, എന്താ പരിപാടി? കാട്ടിയല്ലോ എന്തൊക്കെയാന്നുള്ളത്. ഞാൻ ഇവിടെ പൊട്ടറ്റോ ഇവിടെ പുഴുങ്ങി പാത്രത്തില് അടിച്ച് പരത്തി വെച്ചിരിക്കണേ. തോലൊക്കെ കളഞ്ഞിക്കണോ? ഇല്ലടി, ഞാനിപ്പോ തോലോടെ തരം തിന്നാന് എന്റെ മതി അണ്ടല്ലാത്തല്ല ഞാന്. പിന്നെ ഞാൻ ചിക്കൻ ഇവിടെ പുഴുങ്ങി ഞാൻ അരച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളത് പൊടിയായി ചരിഞ്ഞിട്ടുള്ള നമ്മുടെ വലിയുള്ളി ഉണ്ട്. പിന്നെ നമ്മൾ മലിച്ച കട്ട് ഇഞ്ചി കട്ട് അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഞാൻ മസാല ഉണ്ടാക്കിട്ട് വരാം. ഓക്കെ, ബൈ. താത്ത, ഈ കട്ട്ലേറ്റിന് എന്താ കട്ട്ലേറ്റ് എന്ന് പേരിടാൻ കാരണം? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഞാനെന്താ പറയാ, കട്ട്ലേറ്റിന് എന്താ കട്ട്ലേറ്റിന് പേരിടാനുള്ള കാരണം? കട്ട് പ്ലസ് ലേറ്റ്, ഇതിന് മീനിങ് ഉണ്ടായിരുന്നു. ഒരുമാതിരി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. അപ്പം നിന്നാ പോലെ കുഴിയാണുണ്ടല്ലോ, ഉണ്ടാക്കി തരണം ഉണ്ടാകുന്നുണ്ട് തിന്ന മാറിക്കണ്ട്. ഞാൻ മുന്നത്തെ എന്നെ പോലെ തിന്നണതൊക്കെ തിന്നൂല. ഞാൻ അതിനെ പറ്റി അന്വേഷിച്ചിട്ട് തിന്നണ ഒരാള് ചോറിന് കറി എന്താന്ന് പോലെ അറിയില്ല. ഒക്കെ മേശപ്പുറത്ത് വളമ്പുമ്പോഴേ ഇവളെ അറിയുള്ളൂ. മറിക്ക എന്റെ ചട്ടി ഇതൊക്കെ കരിയുന്നു. അങ്ങനെ കഴിച്ച് നമ്മളിതാ ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഓക്കെ എല്ലാം കണ്ട് പഠിച്ചതാ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഇതേമാതിരി ഉണ്ടാക്കി ഇങ്ങനെ മുന്നേ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചേരണം തിന്നാന്. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയിരിക്കണ്. അവിടെ കുടുങ്ങിയിരിക്കണ് ഇപ്പൊ അവിടെ ഇരുന്നിട്ട്. ഞാൻ വേറെ എന്തൊക്കെ ഉണ്ടാക്കിക്കണേ? മോമോസ് പൊട്ടറ്റോ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കിക്കണേ? പൊട്ടറ്റോ വെച്ച് എന്തൊക്കെയാ ഉണ്ടാക്കിക്കണേ? പൊട്ടറ്റോ വെച്ചിട്ട് എന്താ ഉണ്ടാക്കിക്കണേ? ഞാൻ മറ്റേ സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് ഓരോന്നും ഉണ്ടാക്കിക്കണേ. റൗണ്ടിൽ ഉണ്ടാക്കിക്കണേ. മൈദ വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിക്കണേ? മൈദ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? മൈദ വെച്ചിട്ട് ഒരു സാധനം ഓർമ്മയുണ്ട്. ഈ ഉമ്മച്ചി സൗണ്ട് ഉണ്ടാക്കണ്. എന്റെ പൊന്നാരമ്മാക്കി ക്യാമറ ഓൺ ആക്കുന്നതിന് മുന്നേ വരെ ഒരു വർത്താനം ഇവിടെ പറയാണ്ടാവില്ല അല്ലേ? ക്യാമറ ഓൺ ആക്കി എന്റെ ഉമ്മാക്ക് ഇല്ലാത്ത കഥകളും ഇല്ല. കൊറേ പറയണ്ടേ? കൊറേ എന്ത് പറയാൻ. കട്ട്ലേറ്റിന്റെ റെസിപ്പി പറഞ്ഞു കൊടുക്ക. അതിനപ്പൊ ഞാൻ ഓരോ കൊണ്ടുവന്ന റെസിപ്പിക്ക് അതിനത് ഉള്ളി വാടി ഇങ്ങോട്ട് വരണ്ടേ? വഴയണില്ല ഉള്ളി വാടി വരണം. അപ്പോഴാണ് നമ്മൾ വളരെ കുറഞ്ഞ ലഘു മസാല ഇട്ടിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. എന്തൊരു കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒപ്പം റെഡ് ആൻഡ് ഇത് ഇട്ട് വെച്ചിരിക്കണം. അല്ല, ഞാൻ പേരന്റെ ഉള്ളിൽ സാരിയും മേക്കപ്പും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കാം. പക്ഷെ വീഡിയോയില് രസമുണ്ട്. വീഡിയോയില് ഞാനിത് എടുക്കുന്നില്ല. ഈ കട്ട്ലേറ്റിന്റെ റെസിപ്പി എടുക്കാൻ വന്നല്ലേ, എന്നാൽ പിന്നെ അതെടുത്താൽ മതി. മനസ്സിലായോ? നമുക്ക്
റോട്ടിൽ കൂടെ പോണ എല്ലാ ചെടിയും വള്ളി ഇങ്ങനെ നോക്കി നടക്കണം. മാറി നന്നായിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഓൾറെഡി ചിക്കൻ മസാല അല്ല, ചിക്കൻ മസാല വേണ്ട. എന്നിട്ട് നമ്മളത് ഇട്ടിട്ട് മിക്സ് ഇട്ട് വെള്ളം. ഓക്കെ, നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചിക്കൻ മസാല ഇഷ്ടമല്ലായിട്ടുള്ള കേട്ടോ. ചിക്കൻ മസാല എവിടെ എടുക്കണത് എന്ന് അറിയില്ല. കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന്. വേണ്ട. നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി പറയും. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഇഞ്ചി. ബിക്കോസ് ഇഞ്ചിയുടെ ഫ്ലേവർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ കിട്ടിയതൊന്നല്ലോ, എനിക്ക് നിങ്ങളുമായിട്ട് ആച്ചിലും കുത്തി കളയാവുന്നില്ല. ഉലുവ ആരെങ്കിലും ഇതിൽ കൊണ്ടുവന്നിടുവോ? ഉലുവ ഇല്ലാത്തല്ലോ, എന്തും കിട്ടിയാ തിന്നു. ആ ഉലുവ ഇഷ്ടം. പിന്നെ നെക്സ്റ്റ് നമ്മൾ മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അത് നമ്മൾ വായി വെതറിടാൻ. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എല്ലാം എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇട്ടുണ്ടാക്കും, ഇവിടെ തിന്നണം. അതാണ് ഇന്റെ നിയമം. ഞാൻ ഉണ്ടാക്കുമ്പോഴും ആ നിയമമാണ്, ഉമ്മച്ചി ഉണ്ടാക്കുമ്പോഴും ആ നിയമം തന്നെയാണ്. ശരി മാഡം, നല്ലോണം വഴണ്ട് വന്നതാണ്. സോ നമുക്ക് നമ്മുടെ ചിക്കൻ പൊടിയായിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ചിക്കനെ എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ ആ കൊല്ലത്തിലൊക്കെ കൊന്നു പൊഴിച്ച് ഓടിയിട്ട് നമ്മളിവിടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഓൾറെഡി ചിക്കൻ നമ്മൾ മസാല ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതും കൊണ്ട് ഉപ്പിട്ട് ശ്രദ്ധിക്കണം. കാരണം ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിക്കണേ, ഇതിൽ ഉപ്പിട്ടിക്കണേ, എല്ലാത്തിലും ഉപ്പിട്ടിക്കണം. ഉപ്പ് പറയാണ്ട് വാരി തിന്നാലും അവറാൻ അങ്ങനെ കുഞ്ഞിട്ട് പോകണം. ഓ, പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ്. ഉരുളക്കിഴങ്ങ് ഞാൻ അടുപ്പത്തിട്ട് പുഴുങ്ങി തന്നാലും ഇവിടെ എല്ലാവരും തിന്നോളും. ഉരുളക്കിഴങ്ങ് ഭ്രാന്തന്മാരാണ്, ഗ്യാസ് എറിച്ചാവും. എനിക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചെന്നാലും പുഴുങ്ങി തന്നാലൊക്കെ ഈ തിന്നല്ലോ. ഞാൻ ഇതായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തിന്നിട്ടൊന്നുമില്ല. ഞാൻ പൊരിച്ചതല്ലേ തിന്നിട്ടുള്ളൂ. കറിയിലൊക്കെ ഇട്ടിട്ട് ഞാൻ പുഴുങ്ങിയപ്പോഴാ തിന്നുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിനുള്ള ആരോഗ്യം പോലും ഇല്ല. അതിന് ആരോഗ്യമായിട്ടില്ല, ചൂടാണ് യോജിപ്പിക്കടി. ഭയങ്കര ആരോഗ്യം. ഞാൻ വീഡിയോ എടുക്കല്ലേ, ഒരു ഫോൺ പിടിച്ചോണ്ട് ഇറങ്ങിയല്ല എന്ന് വിചാരം. ഈ റെസിപ്പി ഒക്കെ ഞാനാ പറഞ്ഞു കൊടുക്കണം. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്, പക്ഷെ ഞാൻ പറഞ്ഞെടുക്കണം. ഇജ്ജ് പറയണത് അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കും മനസ്സിലായില്ല. ഇനി ഓൾക്കും കൂടി മനസ്സിലാത്ത കാര്യത്തിലൊന്നും പറയാൻ നിൽക്കരുത്. അത് പിന്നെ അത് കൊട്ടയണം. ഒരു മല മത്സരം അത്ര പണിയില്ല. അങ്ങനെ ഒരംഗം വെട്ടി യുദ്ധത്തിന് ശേഷം നമ്മൾ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കണം. നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ കൂട്ടൊക്കെ മനസ്സിലായിന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മുട്ട ഇവിടെ പൊട്ടിച്ച് നമ്മൾ പാർന്ന് വെച്ചിരിക്കണം. ഞാൻ അതിൻ്റെ മഞ്ഞൊന്നും കളയാറില്ല ഗൈസ്. ഞാൻ ബ്രെഡ് ആണെങ്കിൽ അതിൻ്റെ സൈഡ് കളയാറില്ല, മുട്ടയാണെങ്കിൽ അതിൻ്റെ മഞ്ഞൊന്നും അങ്ങനെ എങ്ങനെയൊന്നും ഞാൻ ഭയങ്കര വിശ്വാസം ഒന്നും നോക്കി എടുക്കലില്ല. ഞാൻ മുട്ട 2 എടുത്ത് അടിച്ച് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. ബ്രെഡ് പിന്നെ വരാൻ കുറച്ച് സമയം എടുക്കും, കാരണം മറന്നുപോയി ഗൈസ്. ബ്രെഡ് വാങ്ങാൻ മറന്നുപോയതല്ല, ആകെ പകുതി ബ്രെഡ് ഉണ്ടായിരുന്നുള്ളത്, തികയൂലെന്ന് തോന്നി. അപ്പം അജുനോട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞേക്കണം. പോൻ അത് വാങ്ങാൻ പോയി. ഉള്ള കുറച്ച് ബ്രെഡ് ഓള് എന്ത് ചെയ്തിരിക്കണേ, പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കണേ. അപ്പം കുറച്ചും കൂടി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും. ഞങ്ങൾ ഈ വ്ളോഗ് എടുക്കലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഓരോന്നാക്കിയപ്പോഴേക്കും സമയം കുറേ പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഇനി നമ്മൾ ഉണ്ടയാക്കി പരത്തി പൊരിച്ചെടുക്കലാണല്ലോ കട്ട്ലേറ്റ്. അതിൽ ആ ഉണ്ടയാക്കിയിട്ട് പരത്തി എന്നുള്ള ആ സ്റ്റെപ്പ് അങ്ങോട്ട് കട്ട് ചെയ്യാം, ഉണ്ടയാക്കിയിട്ട് അങ്ങ് പൊരിച്ചെടുക്കാമെന്ന് കരുതി. ഇതും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, രണ്ടും മസാല തന്നെയല്ലേ, ഷേപ്പ് ഇത്തിരി മാറിയേ ഉള്ളൂ. അതിലിപ്പോൾ ഇത്ര പറയാൻ മാത്രമൊന്നുമില്ലല്ലോ. എങ്ങനെ ആയാലും എന്താ, തിന്നാനായിട്ട് കിട്ടിയാൽ പോരെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം ഞാനങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. സെൽഫിയിലായതുകൊണ്ടാട്ടോ ഇടത്തെ കൈ പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ശരിക്കും ഞാൻ വലത്തെ കൈ കൊണ്ടാണ് ചെയ്യണത്. ഞാൻ അതിനൊരു കമൻ്റ് ഒന്നും ഇട്ട് വരണ്ട. പിന്നെ നൗറ അവിടെ നിന്ന് ഇതാ മുട്ടയിൽ ഒന്ന് ജസ്റ്റ് മുക്കിയെടുത്ത് ബ്രെഡിൽ 4 തിരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം പകുതി ആയപ്പോഴേക്കും നമ്മളെ ബ്രെഡ് പൊടി തീർന്നു. അപ്പം അനിയൻ ഇനി കൊണ്ടുവരുന്നതും കാത്തിരിക്കണം. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതും കൂടി വന്ന് ഓൾ അടുത്ത പണി കൂടി തുടങ്ങുകയാണെങ്കിൽ എനിക്ക് പൊരിക്കാൻ വേണ്ടി പോവായിരുന്നു. ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ ഒരു ഷെയ്ക്ക് എന്തെങ്കിലും അടിച്ചുണ്ടാക്കാന്ന് വിചാരിച്ചു. ബത്തൊക്കെ കഴിഞ്ഞു ഗൈസ്. കുറച്ച് ദിവസങ്ങളായിട്ട് മൊത്തം ബത്തൊക്കെ ആയിരുന്നല്ലോ, അതിൽ നിന്നും ഒരു മോചനം നേടിയെടുക്കുകയാണ്. അപ്പം ഇന്നത്തെ ഡിഷ് എന്ന് പറഞ്ഞാൽ പഴം വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പഴം നമ്മളിങ്ങനെ കുനുകുനേനെ അരിഞ്ഞെടുക്കുന്നുണ്ട്.
ചെറുപഴമായിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ നേന്ത്രപ്പഴ കിട്ടിയത്. എന്തൊരു പാമ്പോ നെവിന്ന് എത്ര വലിപ്പുണ്ട്. റോബോട്ടാണ് പുറത്ത് എഴുതി ഒട്ടിച്ചേണ്ടി വരും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, കാലൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണു. നടക്കാനൊക്കെ പറ്റും. നടക്കണ കാണിച്ചെന്നാ, നിലത്ത് വെക്ക്. അങ്ങനെ നമ്മുടെ പഴമൊക്കെ ഇതാ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. കുറച്ച് മതി, നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നല്ല മൈസൂർ പഴമോ അല്ലെങ്കിൽ നല്ല ഞാലിപ്പൂവനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിതാ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് ഉണ്ട്, ബദാം ഉണ്ടെങ്കിൽ ബദാം ഇട്ട് കൊടുക്കുക. ബദാം നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ആവശ്യത്തിനധികം മധുരം ഇട്ട് കൊടുക്കുക, കാരണം നമ്മൾ എന്തായാലും വെള്ളം പാർന്നതങ്ങ് നീട്ടിയെടുക്കും. ഷെയ്ക്ക് രൂപത്തിലൊന്നും ആക്കിയാൽ ഇവിടെ കുടിക്കാൻ തികയൂല. നമ്മൾ കുറച്ചും കൂടി ഐസും കസ്കസൊക്കെ ഇട്ട് നീട്ടി അങ്ങ് എടുക്കും, അങ്ങനെയാണ് അടിക്കാറുള്ളത്. ഷെയ്ക്ക് പോലെ ആക്കിയാലും ഇവിടെ കുടിക്കാൻ ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല, ഇങ്ങനെ കട്ടിയിലായാലും കുട്ടികളാരും കുടിക്കലും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ബൂസ്റ്റിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നല്ല ടെൻഷൻ ഉണ്ട്, കാരണം എന്താ വെച്ചാൽ നേന്ത്രപ്പഴം കൊണ്ട് ഇത് അടിച്ചാൽ ശരിയാവില്ല നല്ലോണം നമുക്കറിയാം. പിന്നെ എന്താ പറയുക, ഒന്ന് അടിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാണ്. ഇവിടെ വെഡ്ഡിങ് കടയിൽ ചെന്നിട്ട് ചെറുപഴം കിട്ടിയില്ല, അപ്പോൾ അവസാനം ഞങ്ങൾ കിട്ടിയ നേന്ത്രപ്പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അത് അടിച്ച് വെച്ചിട്ട് പിന്നെ ഇതൊക്കെ കാണുന്നത് നൗറാൻ്റെ കോപ്രായങ്ങളാണ്, ഓരോ അന്ധവിവരക്കേടുകളൊക്കെ ഉണ്ട് എടുത്തോളൂള്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ബാക്കി ഉണ്ടായിരുന്ന പാലിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ അടിച്ച് വെച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആ പാലിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ സെറ്റായിട്ട് വരും. കഴിഞ്ഞ തവണ ബൂസ്റ്റിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിരിക്കുന്നു, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്തവണ കളറൊന്നും ആഡ് ചെയ്യേണ്ടി വന്നില്ല, ബൂസ്റ്റ് ഉള്ളതും കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കളർ അതിനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ വീട്ടിലും ഉള്ള സംഭവം തന്നെയാണ്, നമ്മൾ അടിച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുലുക്കിയിട്ട് ഒഴിക്കുക എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും ഗൈസ്. പിന്നെ നമ്മൾ കസ്കസ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ഇട്ട് കൊടുത്തു. കുറച്ച് എന്താ പറയുക, കാണാനൊരു ലുക്കും കുറച്ച് കുറുകുറേനെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ കസ്കസും അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതാക്കി. മധുരം പിന്നെ നമ്മൾ ഓൾറെഡി അടിക്കുമ്പോൾ തന്നെ ഇട്ടേം കൊണ്ട് ആവശ്യത്തിനധികം മധുരം ഉണ്ടായിരുന്നു. നെവി ആണെങ്കിൽ താഴെ കിടന്ന് ബദറു ഉഹുദു ഹന്തൊക്കെ നടത്തുന്നുണ്ട്, കുടിച്ചു നോക്കട്ടെ താട്ട് 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 പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞതൊന്നും ഉണ്ടാക്കി കേട്ടെ നെവി, ഇത് കുറച്ച് സബൂറാവുക പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഐസ് ക്യൂബും കൂടി എടുത്ത് ഇടുകയാണ്. അപ്പം എന്തോ ഒട്ടി പിടിക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കളി കളിക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ കുറേ വാരി കോരി ഇങ്ങനെ ഇടുന്നുണ്ടെന്നോ, ഫ്രൂട്ട്സ് ഇടുന്ന മാതിരിയാണ് കോരി ഇടുന്നത്. അപ്പം അമ്മ പറഞ്ഞേ അല്ലെങ്കിലേ ഇവിടെ എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ തുടങ്ങിയിരിക്കണം, ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഈ കോരി വാരി ഐസ് ക്യൂബ് എടുത്തിടണ്ട, കുറച്ച് മതിയെന്ന്. അപ്പോഴാണ് എനിക്ക് പോയ ബോധം തിരിച്ച് വന്നത്. പിന്നെ ഞാനിങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് അത് ഇളക്കി ഇതാക്കണം. ഒന്നാമത് ചൂടല്ലേ, അപ്പം നല്ല തണുത്ത് വെള്ളം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഫൈനലി നമ്മളെല്ലാം അടിച്ച് സെറ്റായതിന് ശേഷം പഴം, ബാക്കിയുള്ള പഴം ചെറുതാക്കി അരിഞ്ഞിടുക. പിന്നെ നമ്മുടെ പൊമഗ്രനേറ്റ് ഉണ്ടെങ്കിൽ, നല്ല ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ടാൽ കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ അങ്ങനെ നമ്മൾ എന്തൊക്കെ ഇടുന്നു അത്രയും ടേസ്റ്റ് കൂടുകയാണ് ചെയ്യാം. അപ്പം നൗറ അവിടെ ഗ്ലാസ്സിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നവീദ് ഇങ്ങനെ ഞാനെടുത്ത് കുടിക്കുന്നു. അപ്പം നൗറ അങ്ങനെ അവിടെ വെക്കടാ മര്യാദയ്ക്ക്, അപ്പം ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ കുറച്ച് അഹങ്കാരമൊക്കെ ഇടയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കട്ട്ലേറ്റ് ഇത് അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാത്തൊരു തരം കട്ട്ലേറ്റ് ആയിരിക്കില്ല ഇത്. കട്ട്ലേറ്റിൻ്റെ വകയിലൊരു മൂത്താപ്പാൻ്റെ കുട്ടിയായിട്ടൊക്കെ വരും. ഉണ്ട കട്ട്ലേറ്റ് ആണിത്. സംഭവം ഒക്കെ കട്ട്ലേറ്റ് പോലെ തന്നെയാണ്, പിന്നെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ തിന്നാനും കുറച്ചും കൂടി എളുപ്പമാണ്. മറ്റേതിനെ പോലെ കടിച്ചു മുറിച്ച് തിന്നണ്ട, ഒരു ഉണ്ട എടുക്കുന്നു, വായിലിടുന്നു, കടിക്കുന്നു, വിഴുങ്ങുന്നു, എല്ലാം കൊണ്ടും ഈസിയാണ്. അപ്പം മൊത്തത്തിൽ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ പരിപാടികൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പിന്നെ അനിയൻ വരണം, പത്തിരി കഴിക്കണം. അപ്പം ഇതൊക്കെയാണ്. ടാറ്റാ.